നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഒരുപക്ഷെ വലിയ ഭീകര യുദ്ധത്തിലേക്ക് എത്തിച്ചേരാവുന്ന സാഹചര്യങ്ങൾ ഉരുണ്ടുകൂടുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുണ്ടാക്കിയ വെടിനിർത്തൽ കരാർ ചർച്ചകളിൽ ലെബനനും ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയാണ്. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അത് അമേരിക്ക നടത്തിയ ആക്രമണമായി കണക്കാക്കുമെന്നും പിന്നീട് ഒരു വിധത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകില്ല എന്നും ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ അതൊക്കെ ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശങ്ങളും ആജ്ഞയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ലെബനനിൽ കയറി ആക്രമണം നടത്തി. ഇറാൻ അതുകൊണ്ട് തന്നെ ഹോർമൂസ് അടച്ചു പൂട്ടുകയും ചെയ്തു. ഇത് ലോകമെമ്പാടും പെട്രോൾ, ഡീസൽ, ഗ്യാസ് വില വർധനവിനും കടുത്ത ഊർജ പ്രതിസന്ധിക്കും കാരണമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ ഇറാനെ പലരും ക്രൂരതയുടെ പര്യാദമായി എടുത്തു വെക്കുന്നുണ്ട്. തീവ്രവാദത്തിന്റെ പര്യാദമായിട്ട് എടുത്തു വെക്കാൻ കാണിക്കുന്ന വ്യഗ്രത കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം ഇറാൻ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. സമാധാനം ആഗ്രഹിക്കാത്ത രാജ്യം ഇസ്രായേലാണ്. അമേരിക്കയുടെ താല്പര്യം നമുക്കറിയാം. അവർക്ക് ആയുധ കച്ചവടം നടത്തണം, അവിടുത്തെ പ്രസിഡന്റുമാർക്ക് ലോക 1-ാം നമ്പർ പദവി നിലനിർത്തണം, അത്രേ ഉള്ളൂ. പക്ഷെ ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേലിന് അവരുടെ ആ ഒരു പ്രദേശം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രദേശത്തെ രാജ്യങ്ങളൊക്കെ ഇല്ലാതാകണം. അതിനു വേണ്ടിയിട്ട് അവർ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു, മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കയറുന്നു, അവിടുത്തെ ഭരണ അസ്ഥിരത ഉണ്ടാക്കുന്നു. ആ പ്രദേശങ്ങളെ, മറ്റു രാജ്യങ്ങളുടെ പ്രദേശങ്ങളെ കൈയടക്കി വലുതാക്കി കൊണ്ടുവരുന്നു. ഗാസ നമുക്ക് ഉദാഹരണം, പലസ്തീൻ ഉദാഹരണം. പക്ഷെ ഇറാൻ അങ്ങനെയല്ല. ഇറാൻ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. അവർ ആരെയും പേടിച്ചിട്ടല്ല യുദ്ധം നിർത്താൻ പറയുന്നത്. മറിച്ച് യുദ്ധം കൊണ്ട് ഒരു കുന്തവും നേടാൻ പറ്റില്ല എന്ന് അറിയാവുന്ന ഒരു രാജ്യമാണ്. അതായത് ഒന്നും നേടാൻ കഴിയില്ല എന്നറിയാവുന്ന, വ്യക്തമായി അറിയാവുന്ന രാജ്യമാണ് ഇറാൻ. വലിയ സാംസ്കാരിക പൈതൃകമുള്ള അവർക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം. ഏതാണ്ട് 8 വർഷത്തിലധികം ഇറാഖുമായി യുദ്ധം നടന്നിട്ടുണ്ട്. അന്നും ഇറാഖ് ഇറാനെ കയറി അടിക്കുകയായിരുന്നു, അല്ലാതെ ഇറാൻ ഇറാഖിനെ അടിക്കുകയല്ല. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നും യുദ്ധം കൊണ്ടൊന്നും നേടാൻ പറ്റില്ല എന്നും നഷ്ടമല്ലാതെ മറ്റൊന്നും വരില്ല എന്നും അറിയാവുന്ന ഒരു സാംസ്കാരിക പൈതൃകമുള്ള, ബോധമുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അവർ മറ്റൊരു രാജ്യത്തെയും ഇന്നുവരെ കയറി അടിച്ച ചരിത്രം ഇല്ല. നമ്മൾ എത്രയൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും ചരിത്രം പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഇറാനെ കയറി അടിച്ച ചരിത്രമേ ഉള്ളൂ. നമ്മുടെ വായിലേക്ക് ഒരുത്തും കൊണ്ട് വിരലിട്ടിട്ട് കുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ടോ? രാജ്യാതിർത്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇറാൻ ഇതുവരെയെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഒരു കേസ് പോലും ഇല്ല. ഇറാന് അത്യാവശ്യം വലിപ്പമുള്ള ഭൂപ്രദേശം ഉണ്ടോ? ഇനി വലുതാക്കേണ്ട ആവശ്യമില്ല. അതായത് ആരെയും അങ്ങോട്ട് കയറി അടിച്ചിട്ടില്ല. രാജ്യാതിർത്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി, വിശാലത ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും നോക്കിയിട്ടില്ല. മറ്റ് രാജ്യങ്ങളെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തണം. അതായത് ഇപ്പോ അമേരിക്ക പറയുന്നത് എന്താ? ഇപ്പോ വെനിസ്വലെ നിർത്തി, ഇറാഖിനെ നിർത്തി, പശ്ചിമേഷ്യയിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളെ നിർത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് എല്ലാം അമേരിക്കയ്ക്ക് കീഴിലായിരിക്കണം എന്നൊരു തോന്നൽ. അതിനു വേണ്ടിയാണ് അവർ പണിയെടുക്കുന്നത്. അതുപോലെ ഇറാൻ പണിയെടുക്കുന്നില്ല. അതായത് മറ്റ് രാജ്യങ്ങളൊന്നും ഇറാന്റെ കീഴിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഇറാനെ പോലെ തന്നെ പരമാധികാര രാജ്യങ്ങൾ തന്നെയാണ് അതും. അവർ അവരുടെ ലെവലിൽ നിൽക്കുന്നു, നമ്മുടെ ലെവലിൽ നിൽക്കുന്നു എന്നൊരു നിലപാടാണ് ഇറാനെ. അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ ഇറാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. പക്ഷെ അവർക്കൊരു പോളിസി ഉണ്ട്. ഇറാനെ ആരെങ്കിലും അങ്ങോട്ട് കടന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ആര് തന്നെ ആയിരുന്നാലും അവർ തിരിച്ചടിക്കും. അവർക്ക് മാത്രമല്ല തിരിച്ചടി കൊടുക്കുന്നത്, അവരുടെ സഖ്യരാഷ്ട്രങ്ങൾക്കും കൊടുക്കും, നല്ലോണം കൊടുക്കും. അതാണ് ഇപ്പൊ കൊടുക്കുന്നത്. ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ അമേരിക്കയും ഇസ്രായേലിനെ ഒന്നും കയറി അടിക്കാൻ ഒരു മടിയും കാണിക്കാറില്ല. മറുഭാഗത്ത് ഇസ്രായേൽ 1948 ഐക്യരാഷ്ട്രസഭയിലെ ചിലരുടെ താല്പര്യപ്രകാരം ഉണ്ടായ ഒരു രാജ്യമാണ്. അതായത് കുറെ പ്രദേശത്തു നിന്ന് എല്ലാം കൂടെ എടുത്തു കണ്ട് ഉണ്ടായിപ്പോയ ഒരു രാജ്യമാണ്. മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ തങ്ങളെ നിയന്ത്രണത്തിലാക്കുക, വലിയ ഒരു ഇസ്രായേൽ ആക്കുക എന്നതാണ് ഇപ്പോഴത്തെ അവരുടെ ഉദ്ദേശം. 48 മുമ്പ് ഇസ്രായേൽ ഇല്ല. അവിടെ പലസ്തീന്റെയും മറ്റു പ്രദേശങ്ങളും എല്ലാം കൂടി എടുത്തൊരു ത്രികോണ ആകൃതിയിൽ ഒരു ചെറിയൊരു രൂപം ഉണ്ടാക്കിയിട്ട് അതിന് ഇസ്രായേൽ എന്ന് പേര് കൊടുത്ത് അതിൽ കുറെ ജൂതന്മാരെ കുടിയിരുത്തിയ ആ സ്ഥലത്ത് അവർ അവിടെ നിന്ന് ഗസ, വെസ്റ്റ് ബാങ്ക് അടക്കം മുഴുവൻ സാധനങ്ങൾ പിടിച്ചെടുക്കാൻ, അത് അങ്ങനെ ലെബനോന്റെ ഭാഗങ്ങൾ പിടിക്കാൻ, അങ്ങനെ പിന്നെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും പിടിച്ചടക്കിക്കൊണ്ട് വിശാല രാജ്യമാകാൻ നോക്കുകയാണ്. അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് ശരിക്കും ഇവിടെ തീവ്രവാദവും ഈ ഭീകരവാദവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പഴി മുഴുവൻ മറ്റുള്ളവർക്കും. അമേരിക്ക ലോകത്തെ നിയന്ത്രിക്കാൻ നോക്കുന്നത് പോലെ ചുറ്റുമുള്ള രാജ്യത്തെ മുഴുവൻ ഭരിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭരിച്ച് ഒരു വശത്ത് തന്നെ വിഴുങ്ങാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ ലോകത്തിന്റെ ഭീഷണിയായിട്ടുള്ള രാജ്യം ഇസ്രായേലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പലരും അത് പറയുന്നില്ല, പറയാൻ അവരെ അനുവദിക്കുന്നില്ല. അവരുടെ മനസാക്ഷി അനുവദിക്കുന്നില്ല. കാരണം അവർ വെറും എന്താ പറയാ,
വർഗീയതയുടെ, ജാതീയതയുടെ, മനുഷ്യത്വമില്ലാത്ത ഒരു അടിമത്തത്തിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ പറയാനൊക്കെ കഴിയാത്തത്. ഇപ്പോ നമുക്കറിയാം, നെതന്യാഹുവിനും ഇസ്രായേലിനും ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിലാണ്. 3 തിരിച്ചടികളാണ് അവർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇറാനിലെ ഭരണകൂടത്തെ മാറ്റാമെന്നും ഇറാനെ ദുർബലപ്പെടുത്താമെന്നൊക്കെയുള്ള ഒരു ഇസ്രായേലിന്റെ ഒരു മോഹം. അതിനുവേണ്ടിയാണ് ഇറാനിലെ ഭരണകൂടത്തെ ആദ്യ ദിനം തന്നെ കൊന്ന് തള്ളിയത്. അത്തരത്തിൽ ഒരു മോഹം ഉണ്ടായിരുന്നു, ഭരണകൂടത്തെ മാറ്റിയിട്ട് ഒരു ഇസ്രായേൽ അനുകൂല ഒരു ഭരണകൂടത്തെ അവിടെ സ്ഥാപിക്കാമെന്ന് ഒരു മോഹമുണ്ടായിരുന്നു. അത് തകർന്ന് തരിപ്പണമായി പോയി. ഇസ്രായേലിന് കിട്ടിയ രണ്ടാമത്തെ അടി എന്ന് പറയുന്നത് ഈ അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉടമ്പടിയാണ്, ഇപ്പൊ കരാറാണ്. അത്തരത്തിലുള്ളൊരു കരാർ ഒരു കാരണവശാലും ഉണ്ടാക്കും എന്ന് ഇസ്രായേൽ കരുതിയതല്ല. നമുക്കറിയാം, യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേലാണ് ഇറാനെ കയറി ആക്രമിച്ചത്. അതിന്റെ രണ്ടാം ഘട്ടത്തിലാണ് ട്രംപ് ഉദയം ചെയ്യുന്നത്. പിന്നീട് അമേരിക്ക നേരിട്ടായി ഇറാനുമായിട്ട് യുദ്ധം. കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രംപിന് ഒരു കാര്യം മനസ്സിലായി, ഇത് ഒരു നടക്ക് പോകില്ല. അത് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഭീകരമായ നഷ്ടം, മറ്റ് വലിയ യുദ്ധങ്ങളിൽ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ 10-65 വിമാനങ്ങൾ, ഹെലികോപ്റ്റർ അടക്കം നഷ്ടപ്പെട്ടു, ഡ്രോണുകൾ അടക്കം നഷ്ടപ്പെട്ടു. അതുപോലെ വലിയ സൈനിക നഷ്ടം, മിഡിൽ ഈസ്റ്റിലെ സൈനിക താവളങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി. അങ്ങനെ ഒരു വൻ പരാജയം അമേരിക്ക നേരിട്ടപ്പോൾ അവർക്ക് കരാറിലെത്തേണ്ടി വന്നു, എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അത് ഇസ്രായേലിന് ഏറ്റ ഒരു വലിയ പരാജയമാണ്, ഒരു തിരിച്ചടിയാണ്. കാരണം ഇത്രയും കാലം ശത്രുക്കളായിരുന്ന ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ടായാൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ അപ്രസക്തമായി പോകും. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു കരാറുണ്ടായിട്ട് ആ കരാർ പ്രകാരം ഒരു ധാരണയിൽ അത് പോയി കഴിഞ്ഞാൽ എപ്പോഴും അമേരിക്ക ഇറാന്റെ ശത്രുവായി തന്നെ അങ്ങനെ തന്നെ നിലനിൽക്കണം, എന്നാലേ ഇത് പറ്റുള്ളൂ. അല്ലാതെ അവർ തമ്മിൽ ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം പശ്ചിമേഷ്യയിൽ അപ്രസക്തമായി പോകും. ഇറാനാണ് പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞു പഠിപ്പിച്ച് ഇറാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് അവരെ സ്ഥാപിച്ചു കൊടുത്തിട്ടാണ് അറബ് രാജ്യങ്ങളെ ഈ ഇസ്രായേൽ കൂടെ നിർത്തിയിരുന്നത്. എന്നാൽ ഇറാൻ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ ഒന്നും ആക്രമിക്കുന്നില്ല എന്നും അവർ ഈ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ താവളങ്ങൾ, ആ താവളങ്ങളെ മാത്രമാണ് ആക്രമിക്കുന്നത് എന്നും അറബ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. വെറും 12 ദിവസത്തെ യുദ്ധം കൊണ്ട് ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ ഇസ്രായേലിന്റെ ഉരുക്ക് കവചമായിട്ടുള്ള അയൺ ഡോം വെറും മൊട്ടത്തോട് മാത്രമാണ് എന്ന് ലോകത്തിന് മനസ്സിലായിപ്പോയി. കാരണം 12 ദിവസത്തിനുള്ളിൽ അവരുടെ അയൺ ഡോമുകൾ തകർന്നു, മറ്റു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു, എല്ലാം തകർന്നു. വലിയ മിസൈലുകളൊക്കെ വന്ന് പൊട്ടി നാശനഷ്ടം ഉണ്ടായതിനു ശേഷമാണ് സൈറൻ മുഴങ്ങുന്നത്. അങ്ങനെ ഒരു അവസ്ഥയായിപ്പോയി, വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയായിപ്പോയി. അടുത്ത ഒരു വലിയ ഇസ്രായേലിന്റെ പരാജയം എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധമാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളെ കൊണ്ടൊക്കെ ഹിസ്ബുള്ള തീർന്നു, ഹിസ്ബുള്ള തകർന്നു. ഇപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ തകർന്നു, ഇറാനെ അത് ചെയ്യും എന്ന് പറയുന്നത് പോലെ ആ നിലയിൽ ഹിസ്ബുള്ള തകർന്നു എന്നൊക്കെ എഴുതിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയുടെ ആക്രമണം കാരണം ഇസ്രായേലിന്റെ തെക്കൻ മേഖലയിലുള്ള പൗരന്മാർക്ക് അവിടെ നിന്ന് ഓടി ഒളിക്കേണ്ടി വന്നു എന്നതാണ് വസ്തുത. അവിടെ നിന്ന് മാറേണ്ടി വന്നു. സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ കഴിയാതെ ഒടുവിൽ ട്രംപിന്റെ കാല് പിടിച്ചിട്ടാണ് മുമ്പ് ഇസ്രായേല് വെടിനിർത്തലുണ്ടാക്കിയത്. കഴിഞ്ഞ ഒരു സമയത്ത് അത്യന്താധുനിക ആയുധങ്ങളും പണവുമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേല്. മറുഭാഗത്ത് ഹിസ്ബുള്ള ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യം പോലുമല്ല, ലെബനനിലെ ഒരു സായുധ സംഘടന മാത്രമാണ്. അവർക്ക് ഇറാന്റെ പിന്തുണ ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ടും കഴിഞ്ഞ 40 വർഷമായി ഈ ചെറിയ സംഘടനയെ തോൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത്രയധികം ആയുധബലമുള്ള, ഇത്രയധികം പണമുള്ള, അമേരിക്കയുടെ സപ്പോർട്ടുള്ള ഈ ഇസ്രായേലിന് അതിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇസ്രായേലിന്റെ ഗതി അല്ലെങ്കിൽ സ്ഥിതി എവിടെയാണ് എന്ന്. ഇപ്പോൾ കരാർ ലംഘിച്ചിട്ട് ലെബനനിൽ കയറിയ ഇസ്രായേലിന് വലിയ ആൾനാശം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഒരു കേണൽ ഉൾപ്പെടെ 4 സൈനികർ കൊല്ലപ്പെട്ടതായിട്ട് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അതിനർത്ഥം എത്ര പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇപ്പോ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇസ്രായേലിന്റെ പട്ടാളക്കാർ എന്ന് പറഞ്ഞാൽ ഭീകരമായ അളവിലുണ്ടായിരുന്നു. എന്നാൽ യുദ്ധം ഏതാണ്ട് ഒരു 1.5 മാസം ആകുന്ന സമയത്ത് ഇസ്രായേലിൽ നിന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നു. ഇസ്രായേലിൽ പട്ടാളക്കാരില്ല, അവർക്ക് റിസർവ് പട്ടാളക്കാരുണ്ട്. അവിടുത്തെ പൗരന്മാരൊക്കെ പല രാജ്യങ്ങളിൽ പണിയെടുക്കുന്നവരാണ്, അവർക്കെല്ലാം യുദ്ധപരിശീലനം കിട്ടിയിട്ടുള്ളവരാണ്. അവരൊന്നും വരുന്നില്ല. ഇനി അത് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇസ്രായേലിന് പട്ടാളക്കാരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പട്ടാളക്കാർ ഇങ്ങോട്ട് പോയി, അവരെ കൊല്ലപ്പെടണ്ടേ? അപ്പൊ ഭീകരമായിട്ടുള്ള പട്ടാള കൊല ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഉണ്ടായി എന്നുള്ളത്, ആ നാശം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അത് അംഗീകരിക്കേണ്ടി വരിക. അങ്ങനെ തന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോ
4 സൈനികർ, ഒരു കേണൽ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാവും എന്ന് ചിന്തിച്ചാൽ മതി. ഇവർ അംഗീകരിക്കില്ലല്ലോ. നെതന്യാഹുവിന് സത്യത്തിൽ പ്രാന്ത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അമേരിക്ക ഇറാൻ കരാറ് പൂർണ്ണമായി നടപ്പിലായാൽ അത് ലോകത്തിന് മുഴുവൻ ഗുണം ചെയ്യും. പക്ഷെ അത്തരത്തിലുള്ളൊരു കരാർ നടപ്പിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ പഠിച്ച പണി 18 കൊടുക്കും. അതുകൊണ്ട് തന്നെ ലെബനനുമായിട്ട് ഉള്ള യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യത കുറവാണ്. അതേസമയം ഇറാനെ ഇസ്രായേൽ അടിക്കാനുള്ള സാധ്യതയും കുറവാണ്. ഇറാനെ എങ്ങാനും ഇനി അങ്ങോട്ട് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ ഉണ്ടാവില്ല എന്ന് അവർക്കറിയാം. അത് ആ യുദ്ധത്തിന്റെ ആദ്യത്തെ 12 ദിവസം കൊണ്ട് അവർ ബോധ്യപ്പെട്ടതാണ്. അതേസമയം ഇറാനാകട്ടെ ഈ ഇസ്രായേല് ലെബനനെ അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ കരാറിന് വില കൊടുത്ത് മിണ്ടാതിരിക്കുന്ന കരുതാനും വയ്യ. ചുരുക്കം പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഒരു നാശം ഏകദേശം ഉറപ്പായി. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇത് മുന്നോട്ട് പോകണമെന്നുള്ളത് ട്രംപിന് ഇത് നേരത്തെ അറിയാവുന്നവരാണ്. ട്രംപ് ഒരു കരാറുണ്ടാക്കി ഇസ്രായേലിനെ കൂടി രക്ഷിക്കാൻ നോക്കുന്നത്. പക്ഷേ നെതന്യാഹുവിന്റെ യുദ്ധക്കൊതി, അയാളുടെ ഭ്രാന്ത്, അത് അയാൾക്ക് ബോധം കൊടുക്കുന്നില്ല എന്നതാണ് പശ്ചിമേഷ്യ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദുരന്തമായി നിലനിൽക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.